ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ മമ്മൂട്ടി ദിലീപ് സിനിമകളുടെ ഏറ്റവും പുതിയ വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ പതിവ് പോലുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ന് സിനിമ നേരിയ കളക്ഷൻ വർധന നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 10 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 12 ലക്ഷത്തിനടുത്തേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് 20 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കിയ സിനിമ ഇന്നത്തോടെ 7,60 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസിലേക്ക് എത്തപ്പെടും പ്രതീക്ഷിക്കുന്നു. ദിലീപ് തന്നെ നിർമ്മിച്ച സിനിമ ഏകദേശം 10 കോടിയിൽ താഴെ മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് നിലവിൽ ലഭ്യമല്ല. കാത്തിരിക്കൂ, സിനിമയുടെ അടുത്ത കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം. ഇന്ന് ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് പ്രഖ്യാപനം വന്ന സിനിമയാണല്ലോ. മമ്മൂട്ടി നായകനെ എത്തുന്ന വൈശാഖ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ടർബോ മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റിന് പിന്നാലെ 1-2 മറ്റ് അപ്ഡേറ്റുകൾ കൂടി ടർബോയുടേതായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന മെയ് 12 ഞായറാഴ്ചയാണ് പുറത്തു വരിക. ആ ട്രെയിലർ കാണുവാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ട്രെയിലർ റിലീസിന് മുന്നേ തന്നെ സിനിമയുടെ UK ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ UK ബുക്കിംഗ് അപ്ഡേറ്റ് കഴിഞ്ഞ മണിക്കൂറുകളിൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മികച്ചൊരു ബുക്കിംഗ് UKയിൽ സിനിമ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. എന്തായാലും അവിടുത്തെ സിനിമയുടെ പ്രീസെയിൽ കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ വരും. അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. മമ്മൂട്ടി കമ്പനിയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ ടർബോ. സമീപകാലത്തെ ചില മമ്മൂട്ടി സിനിമകളുടെ ടെലിവിഷൻ സംപ്രേഷണമെല്ലാം തന്നെ ഇനിയും വിറ്റഴിക്കപ്പെടാത്തൊരു കാഴ്ച നാം കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ടർബോ എന്ന സിനിമയുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് ആഴ്ചകൾക്ക് മുന്നേ തന്നെ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് സ്വന്തമാക്കിയത് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ലെങ്കിൽ പോലും റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ടത് എന്നാണ് വിവരം. വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമ ഏഷ്യനെറ്റും അതോടൊപ്പം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ, അതിന്റെ കൃത്യമായ അപ്ഡേറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട്.